റോഡ് ഡെഡ് എൻഡ് ആയതുകൊണ്ട് വണ്ടി അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത്, ഒരു ജോസും ഒരു അലക്സും. യഥാർത്ഥ ഡ്രൈവർ ജോസ് ആയിരുന്നു. അദ്ദേഹം അത് പൊന്നാനിക്ക് അടുത്ത് വെച്ചിട്ട് സ്റ്റിയറിംഗ് കൈമാറിയായിരുന്നു അലക്സിന്. അലക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ല എന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മദ്യപിച്ചതിന് സാധൂകരിക്കുന്ന റിപ്പോർട്ട് എത്തിയിട്ടില്ല. പിന്നെ വാഹനത്തെ സംബന്ധിച്ച് സയൻറ്റിഫിക് റിപ്പോർട്ട് മുഴുവനായിട്ടില്ല. ഇതിലിപ്പോൾ ഇവര് എവിടെ മുതൽ മദ്യപിച്ചു, അതായത് തുടക്കം മുതലേ മദ്യപിച്ചിട്ടുണ്ട്, അതൊന്നും ബോധ്യപ്പെട്ടില്ല. സ്റ്റിയറിംഗ് കൈമാറി എന്നാണ് പറഞ്ഞത്. ഹെവി ലൈസൻസ് ഇല്ലാത്തതാണോ ലൈസൻസ് ലൈസൻസ് അദ്ദേഹത്തിന് ഈ ക്ലീനർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മുൻപ് ലൈസൻസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. എന്തായാലും ആളുടെ കയ്യിലില്ല, കാലാവധി കഴിഞ്ഞാണെന്നാണ് ആദ്യം പരാമർശിക്കുന്നത്, ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? പ്രകടമായിട്ടും ഈ നിൽക്കുന്നത് ഈ ഡ്രൈവർ യഥാർത്ഥ ഡ്രൈവർ ജോസ് എന്ന് പറയുന്ന ആള് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത വ്യക്തി കൈമാറുന്നത്. അപ്പോൾ ന്യായമായിട്ടും ഈ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ പേരിൽ ജോസ് എന്ന് പറയുന്ന ആളുടെ പേരിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവും. അദ്ദേഹമാണ് സ്റ്റിയറിംഗ് ക്ലീനർ കൈമാറിയത്. ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു, വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ. ആ ഡീറ്റെയിൽസ് രാവിലെ തന്നെ അദ്ദേഹത്തിന് പ്രൈമറി റിപ്പോർട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഫാക്സ് ചെയ്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതായിരിക്കും. പിന്നെ പ്രൈമറി റിപ്പോർട്ട് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഡീറ്റെയിൽ റിപ്പോർട്ട് ഇപ്പോൾ 1 മണിക്കൂറിനകം കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ചുകൂടി വ്യക്തമാവും കരുതുന്നു. ഇതിലിപ്പം വണ്ടിക്കെതിരെ അതായത് അവർ വാഹന ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തോ, നമ്മൾ ഇഷ്യൂ ചെയ്തോ? അതിപ്പോൾ 10 മണിക്ക് ഇപ്പോൾ ചെന്നിട്ട് ഓഫീസിൽ വന്നിട്ട് വേണം ഇനി നടപടികളിലേക്ക് കടക്കാനായിട്ട്. സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്തെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? അവർ കുറ്റം സമ്മതിക്കുന്നു, അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഡ്രൈവർ സ്റ്റിയറിംഗ് കൈമാറിയെന്നും പറയുന്നു. അദ്ദേഹം ലൈസൻസ് ഇല്ല എന്നും ബോധ്യപ്പെടുന്നു. ഇടിച്ചിട്ട് നിർത്താതെ പോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അല്ലേ? വഴി അവിടെ അവസാനിച്ചതിനാ. യഥാർത്ഥ ഡ്രൈവറായ ജോസ് പിന്നിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. ജോസ് അല്ലേ?